പാകിസ്ഥാൻ വരൾച്ച. പാക് സമ്പദ് വ്യവസ്ഥ തകരുന്നു. സിന്ധു നദീജല കരാറിലേക്ക് ഇന്ത്യ കടക്കുമ്പോൾ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാണ്. തിരിച്ചടിക്കുമെന്ന നിലപാടിനോട് ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. യുദ്ധകാലത്തു പോലും സ്വീകരിക്കാത്ത നടപടികളാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. സിന്ധു നദി അതിൻ്റെ പോഷക നദികളിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. വിഭജനത്തിനു ശേഷം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ നിയന്ത്രണം ഇന്ത്യയിലായി. വർഷങ്ങളുടെ ചർച്ചകൾക്കു ശേഷം 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാറിൽ രാജ്യങ്ങൾ ഒപ്പുവെച്ചത്. പാകിസ്ഥാന്റെ 80% കൃഷിഭൂമിയും സിന്ധു നദീതട സംവിധാനത്തിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ ജലവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നീക്കങ്ങൾ പാകിസ്ഥാനെ ഏറ്റവും വലിയ പ്രഹരമാകാൻ പോകുന്ന നീക്കങ്ങളാണ്. നിലവിൽ സിന്ധു നദീജല കരാറിൽ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ എന്നത് ബാഹിക ഡാമിൽ നിന്ന് ജലമൊഴുക്ക് താൽക്കാലികമായി നിർത്താമെന്നാണ്. ഇതിനു മുന്നോടിയായി ജലമൊഴുക്ക് കുറച്ചിരുന്നു. സ്ഥലത്തെ സ്ഥിതിഗതികൾ പരിശോധിക്കാൻ 50-ലധികം എഞ്ചിനീയർമാരെ ഇതിനോടകം തന്നെ കാശ്മീരിലേക്ക് അയച്ചിട്ടുണ്ട്. നദികളിലെ ജലം ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കും. കിഷൻഗംഗ ഡാമിൽ നിന്നും ജലമൊഴുക്ക് തടയുന്നതിന് ഉടൻ നടപടിയെടുക്കുമെന്ന സൂചനകളുമുണ്ട്. വൂളർ തടാക സംരക്ഷണ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനും തുൽവിൽ തടയണ നിർമ്മാണം വേഗത്തിൽ തുടങ്ങാനും ആലോചനയുണ്ട്. കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ചെനാബ് നദിയിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിന്റെ അളവ് ഇന്ത്യ കുറച്ചു. പാകിസ്ഥാന്റെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറിലൂടെയാണ്. ഡാമുകളിൽ ഷട്ടറുകൾ താഴ്ത്തി നീരൊഴുക്ക് കുറയ്ക്കുന്നത് പാകിസ്ഥാന്റെ കാർഷിക മേഖലയെ സാരമായി തന്നെ ബാധിക്കും. സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം തന്നെ രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യപ്രതിസന്ധി കൂടിയായാൽ നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളികളാണ്. സാമ്പത്തികമായും നയതന്ത്ര രംഗത്ത് തിരിച്ചടി ഇന്ത്യ തുടങ്ങിയതോടെ പ്രതിരോധത്തിലായ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ഇന്ത്യയുമായുള്ള നിലവിലെ പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനും പ്രശ്നം പരിഹരിക്കുന്നതിനും റഷ്യയുടെ സഹായം തേടിയിരിക്കുകയാണ് മോസ്കോയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലി. താഷ്കണ്ട് ഉടമ്പടിക്ക് സമാനമായ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നത്. ഇനി എന്താണ് താഷ്കണ്ട് ഉടമ്പടി എന്ന് നോക്കാം. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധാനന്തരം 1966 ജനുവരി 10 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കെൻഡിൽ വെച്ച് റഷ്യൻ പ്രീമിയർ അലക്സി ഗോസ്കിന്റെ മധ്യസ്ഥതയിൽ നടത്തിയ സമാധാന ഉടമ്പടിയാണ് താഷ്കണ്ട് ഉടമ്പടി. ഇരു കൂട്ടരും എല്ലാ ശത്രുതയും അവസാനിപ്പിക്കുക, യുദ്ധത്തിന് മുൻപുള്ള അതിർത്തികളിലേക്ക് പിന്മാറുക, പിടിച്ചടക്കിയ പ്രദേശങ്ങൾ ഉപേക്ഷിക്കുക, ഇതായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള താഷ്കണ്ട് ഉടമ്പടിയിലെ പ്രധാന വ്യവസ്ഥകൾ. എന്നാൽ പാക് അധിനിവേശ കശ്മീരിനെ കുറിച്ച് ഉടമ്പടിയിൽ യാതൊന്നും പരാമർശിച്ചില്ല. താഷ്കണ്ട് ഉടമ്പടിക്ക് സമാനമായ ഇടപെടൽ വേണമെന്ന ആവശ്യം പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ത്യയുടെ തീരുമാനം എന്താകും? അതോ ഇന്ത്യ തിരിച്ചടിക്കുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്.